ഇത്ര എളുപ്പത്തിൽ ഒരു പലഹാരം ഉണ്ടാക്കാൻ പറ്റിയാൽ എന്ത് സുഖമല്ലേ. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും ഗസ്റ്റൊക്കെ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരിക എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി പലഹാരം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒരു പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഷ്ടമുള്ള നട്സൊക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഏകദേശമായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 കളർ കിസ്മിസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ആ ഒരു സെയിം നെയ്യിൽ തന്നെ 2 വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് 1/2 കപ്പ് നിറയെ ചിരവിയ തേങ്ങ ചേർത്തിട്ട് അതും ഒന്ന് ചൂടാക്കിയെടുക്കാം. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ആ ഒരു പാനിൽ നമുക്ക് മാറ്റാം കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു മിക്സ് റെഡിയാക്കി എടുക്കണം. പോള രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. 4 മുട്ട, 1/4 കപ്പ് പഞ്ചസാര, 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി, 2 നുള്ള് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് 1/4 കപ്പ് പാൽ കൂടെ ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു ക്യാരറ്റ് മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ആദ്യം മുതൽ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്സുകളുണ്ടല്ലോ, അത് പകുതി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി പകുതി മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ആ ഒരു സെയിം സോസ് പാനിൽ തന്നെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കിയ ശേഷം ഈ ഒരു ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് മാറ്റി വെച്ചിട്ടുള്ള നട്സ് കൂടെ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് വേറൊരു പാനിലേക്ക് ഒന്ന് കമിഴ്ത്തി കൊടുക്കുക. ഒരു ഭാഗം കൂടി ഒന്ന് കളർ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈസി അല്ലേ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ.